ഇതര മതസ്ഥർ സനാതന ധർമ്മത്തിന്റെ പാത സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സനാതന ധർമ്മ സംരക്ഷണത്തിനായി വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ റാലിക്ക് പിന്നാലെയാണ് ഇവർ ഹിന്ദുമതം സ്വീകരിച്ചത്. വനവാസികളായിരുന്ന ഇവരെ മുൻപ് ക്രിസ്ത്യൻ മിഷണറിമാർ പണം നൽകി സ്വാധീനിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചവരാണ്. രാംപുർഹട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സൂര്യക്കടുത്തുള്ള ഗിർമൻഗ ഗ്രാമത്തിലാണ് ചടങ്ങുകൾ നടന്നത്. BHP നേതാവ് ഗുഗൽ കിഷോറിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഹവനം അടക്കമുള്ള ചടങ്ങുകൾ നടന്നത്. അതേസമയം ഇവർ ഹിന്ദു മതത്തിലേക്ക് എത്തിയതിനെതിരെ തന്നെ വിജയപൂർ ജില്ലാ തൃണമൂൽ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയെങ്കിലും തങ്ങൾ സ്വതന്ത്ര ഇഷ്ടപ്രകാരമാണ് സനാതന ധർമ്മത്തിലേക്ക് എത്തിയതെന്നും അവർ വ്യക്തമാക്കി. അതേപോലെ തന്നെ സനാതന ധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത്. സനാതന ധർമ്മത്തിന്റെ അർത്ഥം ശാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദു മതത്തിന് ഏകദേശം 6000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ BC 3000-നും BC 15000-നും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവമെന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. അടിസ്ഥാനപരമായി സനാതന ധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം. മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത്. സനാതന ധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ്. ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സനാതന ധർമ്മത്തിൽ ആകൃഷ്ടരായി നിരവധി പേരാണ് ഹിന്ദുമതം സ്വീകരിക്കുന്നത്. ഇതര മതത്തിലുള്ളവരുടെ പീഡനങ്ങളും ക്രൂരതകളും സഹിക്കാൻ കഴിയാതെയാണ് ഇവർ ഹിന്ദുമതം സ്വീകരിക്കാൻ എത്തുന്നതും. അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം തൊന്ന് ഒരു ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടൊരു മുസ്ലിം യുവാവ് ഹിന്ദുമതം സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഫക്രുദ്ദീൻ എന്ന യുവാവാണ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്ത് സ്വന്തം മതം ഉപേക്ഷിച്ച് വന്നത്. തന്റെ പേരും ബഹദൂർ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മതം മാറിയെന്നും വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദു മത വിശ്വാസികൾക്കെതിരായ അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ട ഫക്രുദ്ദീൻ തന്റെ വിശ്വാസത്തെ ഏറെ ആലോചിക്കുകയും സനാതന ധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും വ്യക്തമാക്കുന്നു. സനാതന ധർമ്മത്തിന്റെ സ്വാതന്ത്ര്യവും സ്നേഹവുമാണ് എന്നും ആകർഷിച്ചത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും രാഷ്ട്രീയ ഹിന്ദു ഷേർ സേനയുടെ പ്രസിഡന്റ് വികാസ് ഹിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മതം മാറുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻപ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ചേക്കേറിയ 15000 ആസാം വനവാസികളാണ് അടുത്തിടെ ഹിന്ദു വിശ്വാസത്തിലേക്ക് എത്തിയതെന്ന് അടുത്തിടെ ഹിന്ദു ധർമ്മ സംസ്കൃതി സുരക്ഷാ സമിതി പറഞ്ഞിരുന്നു. അതേപോലെ 4 പതിറ്റാണ്ട് മുൻപ് പൂർവികർ ചെയ്ത തെറ്റു തിരുത്തിക്കൊണ്ട് 3 കുടുംബങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതന ധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള 3 കുടുംബങ്ങളിലെ 8 അംഗങ്ങളാണ് മുസ്ലിം വിശ്വാസം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുമതത്തിലെ കഹാർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു തങ്ങളെന്നും ഈ കുടുംബം വ്യക്തമാക്കിയിരുന്നു. ഇനി ഹിന്ദുമതത്തിൽ എക്കാലവും തുടരുമെന്നും ഇവർ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.